എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 5 മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട്. കാരണം എൻ്റെ ഭർത്താവിന് അസുഖമായിട്ട് അമലയിലായിരുന്നു. കഴിഞ്ഞ 7-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ ഒരുവിധം കഴിഞ്ഞ് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം ഇത്രയും പറയാൻ കാരണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ചിലർ പിൻവലിച്ചു. കാരണം വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തത് കൊണ്ട്, എനിക്കിങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ദയവ് ആരും ഇനി എൻ്റെ സബ്സ്ക്രൈബ് പിൻവലിക്കരുത്. വല്ലാത്തൊരു കടബാധ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരും പിൻവലിക്കരുത്, അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. പിന്നെ പലരും ചോദിച്ചു എന്താ എവിടെയാണ് ഷോപ്പ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. ഞാൻ ഷോപ്പിൻ്റെ വീടിനോടനുബന്ധിച്ച് ഒരു ചെറിയ കട നടത്തുന്നുണ്ടെന്ന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചൊരു തന്നെയാണ് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് ഇടുന്നത്. അധികമൊന്നും ഞാൻ വിൽപ്പന നടത്താറില്ല. പിന്നെ 1-2 ചെറിയ കടകളുണ്ട്, അവരും ഇതുപോലെ കുറച്ച് ടിക്കറ്റ് വിറ്റ് തരും. അങ്ങനെയാണ് ഞാൻ വിൽക്കണത്. ഇപ്പം കുറച്ചിടയായിട്ട് ഒന്നും ചെയ്യണില്ല. കാരണം ഇനി അവിടെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് എനിക്കത് രണ്ടാമതും അപേക്ഷ കൊടുത്തിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് വിൽപ്പന നടത്താൻ. അത് നടത്താതെ എനിക്കിനി ഒരു രക്ഷയുമില്ല ഒന്നാമത്തെ. പിന്നെ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേയിൽ നമ്പറും. അപ്പോൾ അതിന് വേറെ നമ്പറൊന്നുമില്ല. പിന്നെ ടിക്കറ്റ് ഞാൻ എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ടിക്കറ്റ് അങ്ങനെ ഞാൻ വാട്സപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നിന്ന് എടുക്കാം, നമ്പർ തിരഞ്ഞു നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അതിന് ഗൂഗിൾ പേയുടെ നമ്പർ ഇത് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് ബാക്കി വന്ന ടിക്കറ്റ് എന്താ ചെയ്യുക. ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന ടിക്കറ്റുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അതിൽ നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഇരിക്കുന്ന ടിക്കറ്റിൽ നമുക്ക് വല്ല പ്രൈസ് അടിച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് അടിച്ച തുകയും കിട്ടും, അതിൻ്റെ കമ്മീഷനും കിട്ടും. അതാണ് നമുക്കതിനുള്ള ലാഭം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ടിക്കറ്റിന് നമ്മൾക്ക് TCക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് നമുക്ക് കൊടുത്ത ആൾക്കാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടുക, അത് നമുക്ക് കിട്ടുമെന്ന്. നമുക്ക് കിട്ടില്ല. ആ പ്രൈസ് TCക്ക് കൊടുത്ത ആൾക്ക് തന്നെയാണ് കമ്മീഷൻ കിട്ടുള്ളൂ. നമുക്കതിൻ്റെ അവിടുന്ന് 813 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ബുക്ക് നമുക്ക് 850 റുപ്യയായിട്ട് TCക്ക് കൊടുക്കണം. ആ ഒരു ലാഭമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മുടെ ബുക്ക് നമ്മൾ തന്നെ വിറ്റാൽ മാത്രമേ നമുക്കത് കമ്മീഷൻ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇനി ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമേ കാരണം ഒരു തപ്പിപ്പിടുത്തമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.